ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പുലയ സമൂഹത്തിന്റെ ആയിരുന്നുവെന്ന് പെരുമാട്ടുകാളി പൂയിച്ചു രാമിക്കല്ല് ഇത് മാത്രമാണോ? ചരിത്രപരമായിട്ട് അത് പുലയനാർക്കോട്ട ഇരുന്ന ഇടമല്ലേ? ഈ നാടിന്റെ സംസ്കാരമണി ചാത്തന നീലി വെള്ളത്തിൽ ചൂണ്ടയിട്ടിരുന്ന അരയനെ വിളിച്ച് അവന്റെ ഈര കോർത്തിട്ട് ഊണിട്ടിപ്പിച്ചാണ് ഇവിടെ ബ്രാഹ്മണൻ ഉണ്ടാക്കിയത്. പുറത്തുനിന്നൊരു കർണാടകക്കാരൻ ശബരിമലയിൽ ഇപ്പൊ മോഷണം നടത്തിയത് മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു പോറ്റിയാണ്. ആദിവാസിയെ കള്ളനാക്കാം, പക്ഷെ ഒരു നമ്പൂതിരിയെ കള്ളനാക്കാൻ ഇന്നും കേരള സമൂഹം മടിക്കുന്നുണ്ട്. ഒരു ബ്രാഹ്മണന്റെയോ ക്ഷത്രിയന്റെയോ മറ്റാരുടെങ്കിലുമാണ് ഈ ഭൂമിയും ഈ നാടും ഈ നാട്ടിലെ ചില സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ആർക്കൊരു കുഴപ്പമില്ല. എന്നാൽ അത് പുലയന്റെയും പറയന്റെയും ആദിവാസിയുടെയും പിന്നോക്കക്കാരന്റെയും ആണെന്ന് പറയുമ്പോൾ ഹിന്ദുവായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ എന്തുകൊണ്ട് പൊള്ളുന്നു? ഈ മണ്ണിന്റെ അവകാശികൾ എന്നാണ് പുലയെന്ന് വാക്കുന്നത്. അങ്ങനെ പറയുന്ന പരശുരാമൻ എന്തായാലും ഒരു ക്ഷേത്രം കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ജാതി സിസ്റ്റത്തിനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നടക്കില്ല. പരശുരാമൻ മഴ പറഞ്ഞ് കേരളം ഉണ്ടാക്കുന്നത് നമ്മൾ എപ്പോഴും പറയാണ്ട് അതാവും എന്നാൽപ്പോലും പറയാണ്. ആ മഴ ഈ പറയപ്പെടുന്ന ആളുകൾക്ക് അറിയണ്ടാവില്ല എവിടെ ഇരിക്കുന്നുള്ളത്. അവരൊന്നും കൂടെ നിറഞ്ഞിട്ട് മറ്റൊരു കേരളം ഉണ്ടായി കാണിച്ചു തരട്ടെ. ആ കഥയിലേക്ക് നമ്മൾ കടന്നു വരുമ്പോൾ എങ്ങനെയാണ് നമ്മൾ പരശുരാമനെ അതിലേക്ക് കണക്ട് ചെയ്യുന്നത്? കാരണം പരശുരാമനാണല്ലോ ഡയറക്റ്റ് ആയിട്ട് ഈ തന്ത്രി കുടുംബത്തിന് കൊടുത്തിട്ടുള്ളത്. ഇവിടെ ഒരു വിഷയം എന്താ വെച്ചാല്, ഇത് നമ്പൂതിരിമാരുമായി ബന്ധപ്പെട്ടിട്ട് അവര് ഈ സ്കന്ദപുരാണവുമായി ബന്ധപ്പെട്ട് സഹ്യാദ്രി ഖണ്ഡത്തിന്റെ ഭാഗമായിട്ടാണ് കേരളോൽപത്തി എന്നൊരു പുസ്തകം ഒരു ഇവരെന്നെ വച്ചടിച്ച് പ്രസിദ്ധീകരിക്കുന്നത്. ഈ പറയുന്ന സഹ്യാദ്രി ഖണ്ഡത്തിൽ ഇങ്ങനെ ഒരു കാര്യം തന്നെ ഇല്ല. പരശുരാമന്റെ വരവോ ബ്രാഹ്മണർക്ക് ഏൽപ്പിച്ചു കൊടുത്തോ 64 ദേശം തിരിച്ചതോ 12 ഇല്ലക്കാർക്ക് ഓതി വെച്ചു കൊടുത്തതോ ഇല്ല എന്നുള്ളത് ചട്ടമ്പിസ്വാമികൾ നവോത്ഥാന നായകനാണ്, പണ്ഡിതനാണ്, എല്ലാം കേമനാണ്. അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പാടുന്നത്. അവിടെ അദ്ദേഹം തന്നെ വെളിച്ചം കണ്ട് യജ്ഞസൂത്രമ കൽപ്പയത്തെ കൊണ്ട് പ്രമാണം എടുക്കുന്നത്. അവർ വെള്ളത്തിൽ ചൂണ്ടയിട്ടിരുന്ന അരയനെ വിളിച്ച് അവന്റെ ഈര കോർത്തിട്ട് പൂണിലിട്ടിപ്പിച്ചാണ് ഇവിടെ ബ്രാഹ്മണൻ ഉണ്ടാക്കിയത്. പുറത്തുനിന്നൊരു കർണാടകക്കാരനെയും കൊടുത്തിട്ടില്ല, അല്ലെങ്കിൽ പുറത്തൊരു ഒരാളേനെയും ഇവിടേക്ക് ബ്രാഹ്മണനായിട്ട് കൊണ്ടുവന്നിട്ടില്ല പറയുന്നുണ്ട്. അപ്പൊ ഇവരുടെ അധികാരം സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഇവരുണ്ടാക്കുന്നതാണ് 12 ഇല്ലക്കാർക്ക് തന്നു ഞങ്ങളതിന്റെ തന്ത്രി പാരമ്പര്യമാണ്. പരശുരാമന്റെ പ്രധാനപ്പെട്ട ഒരു ശ്രീവിദ്യ ടെക്സ്റ്റ് ഉണ്ട്. ശ്രീവിദ്യാ സമ്പ്രദായം കൗളമാർഗവുമായി ബന്ധപ്പെട്ടതാണ്. ഈ മധ്യമത്സവം ശ്രീചക്രം പൂജിക്കുന്ന സമ്പ്രദായവുമായി ബന്ധപ്പെട്ടതാണ്. അതിൽ പരശുരാമൻ പറയുന്നത് തന്നെ ഈ ജാതി വർണ്ണ വിവേചനങ്ങൾ പാടില്ല എന്നുള്ളത്. അങ്ങനെ പറയുന്ന പരശുരാമൻ എന്തായാലും ഒരു ക്ഷേത്രം കൊണ്ടുപോയിട്ട് ഈ പറയുന്ന ജാതി സിസ്റ്റത്തിനെ ഏൽപ്പിച്ചു എന്ന് പറയുമ്പോൾ നടക്കില്ല. അതുകൊണ്ട് പരശുരാമൻ മഴ എറിഞ്ഞ് കേരളം ഉണ്ടാക്കണം നമ്മൾ എപ്പോഴും പറയാണ്ട് അതാവും എന്നാൽപ്പോലും പറയാണ്. ആ മഴ ഈ പറയപ്പെടുന്ന ആളുകൾക്ക് അറിയണ്ടാവില്ല എവിടെ ഇരിക്കുന്നുള്ളത്. അവരൊന്നും കൂടെ നിറഞ്ഞിട്ട് മറ്റൊരു കേരളം ഉണ്ടായി കാണിച്ചു തരട്ടെ. ഒരു മഴ പറഞ്ഞൊരു കേരളം ഉണ്ടാവുന്ന ഒരു സംസ്കാരത്തെ വീണ്ടെടുത്തു പറഞ്ഞാൽ അപ്പോൾ നമുക്ക് ഊഹിക്കാം. പക്ഷെ ആ സംസ്കാരം വീണ്ടെടുക്കുമ്പോൾ ഇവരുടെ സംസ്കാരം വീണ്ടെടുത്ത് പറഞ്ഞാൽ കേരളം മുഴുവൻ ഇവരുടെ സംസ്കാരം ആവണം ഇല്ല. ഇവർ തെറ്റിദ്ധരിപ്പിച്ചുകൊണ്ടുണ്ടാക്കുന്ന സംസ്കാരമേ ഉള്ളൂ. കേരളം പിന്നീട് കൂട്ടിച്ചേർത്തതാണോ യഥാർത്ഥത്തില്? അല്ല, കേരളം എന്ന് പറയുന്നത് പണ്ട് ചേരനാടായിരുന്നു, ചേരവംശത്തിന്റെ നാടാണ്, ചേരനാടായിരുന്നു, പുലയനാടായിരുന്നു. അത്തരം ഒരു ട്രഡീഷൻ ദ്രാവിഡ ദേശമാണത്. ദക്ഷിണേന്ത്യയുടെ പ്രത്യേകത തന്നെ മനു പോലും പണിത് മേച്ചദേശം എന്നാ പണിത്. ഇവിടേക്ക് നല്ല ബ്രാഹ്മണർ ഈ ഭാഗത്തേക്ക് വരുന്ന മനു പറഞ്ഞു വെക്കുന്നുണ്ട്. അപ്പൊ എന്താ ഇതൊന്നും മോശമായിട്ട് പറയില്ല, വരണ്ടാന്നവരോട് പറമ്പ് ചില ദേശത്തേക്ക് പോകേണ്ട പോലെ. അപ്പൊ ഈ പ്രദേശം എന്ന് പറഞ്ഞാൽ ഇന്ത്യൻ ഇപ്പുറമുള്ള പ്രദേശം ദ്രാവിഡ ദേശമാണ്. ഈ ദ്രാവിഡ ദേശം ഇപ്പൊ ഈ നമ്മള് കർണാടക, തെലങ്കാന, കേരളം, തമിഴ്നാട് എന്നൊക്കെ പറയുന്ന ഈ പ്രദേശം അത് ഒറ്റ തന്നെയായിരുന്നു. അത് നമ്മളിപ്പോ ബ്രിട്ടീഷുകാര് ഇംഗ്ലീഷുകാരോട് വന്നപ്പോ അവര് പ്രദേശത്തെ മലബാർ എന്നൊക്കെ വിളിച്ചത്. അപ്പൊ നമ്മൾ മലബാർ എന്നതിന് മുമ്പ് പറയണ്ടായി. മലബാരത്തിന്റെ വകാരം മാറിയ മലബാരം ഈ മലബാറാണ്. അപ്പൊ ഈ നാടിന്റെ സംസ്കാരമാണ് ചാത്തനും നീലി. ഈ നാടിന്റെ തനത് ദേവതയാണ് നീലിയും ചാത്തനും. അതുകൊണ്ട് തന്നെ ശബരിമല അയ്യപ്പനും ഒക്കെ, അല്ലെങ്കിൽ ഈ നമ്മളുടെ പഴനിയിലെ മുരുകനും ഒക്കെ, അല്ലെങ്കിൽ ഇവിടെ കാളി, കൊട്ടറവേ, നീലി, ഇതൊക്കെ ഇവിടുത്തെ കൾട്ടാ. ഈ കൾട്ട് ഇവിടെ പ്യുവർ തന്ത്രയാണ്. അപ്പൊ ഇവിടെ ചതുർവർണ്ണ വ്യവസ്ഥ ഇല്ല. ഈ നാടിന്റെ സംസ്കാരം തിണ സമ്പ്രദായമാണ്. അത് സംഘകാലകൃതികൾ നോക്കിയാൽ തിണയൊക്കെ മനസ്സിലാവും. തിണ എന്ന് പറഞ്ഞാല് ഭൂപ്രകൃതി അനുസരിച്ചുള്ള തിണ സമ്പ്രദായം ഉണ്ട്. വ്യക്തികളുടെ ജോലികളുമായി ബന്ധപ്പെട്ടുള്ള തിണയുണ്ട്. അല്ല, ഗുണകർമ്മ വിഭാഗത്തിന്റെ വർണ്ണാശ്രമധർമ്മം അല്ല ഇവിടെ ഉള്ളത്. തിണ സമ്പ്രദായത്തിൽ ഓരോ തിണയിലുള്ള ആൾക്ക് അപ്പുറത്ത് വേണമെങ്കിൽ പോവാം, തെറ്റില്ല. അവർക്ക് വിവാഹ ജീവിതം നടത്താം, ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും കല്യാണിക്കുന്നത് ഒന്നും കുഴപ്പമുണ്ടായിരുന്നില്ല. അവിടേക്കാണ് മറ്റൊരു സംവിധാനം കടന്നു വരുന്നത്. ക്ലാസിഫിക്കേഷൻ, സമുദായോ ജാതിയോ ഉണ്ടായിരുന്നില്ല എന്നല്ല വേണത്, ജാതി കുലങ്ങളായിരുന്നു. കുലത്തിന് വേറെ പ്രശ്നം ഉണ്ടായിരുന്നില്ല. പക്ഷെ ഹയറാർക്കി സംവിധാനം വരുന്നത് ഈ ചാതുർവർണ്ണ വ്യവസ്ഥയുടെ ഭാഗമായിട്ടാണ്. ചാതുർവർണ്ണ വ്യവസ്ഥയുടെ പുരാണ കഥകൾ നോക്കിക്കഴിഞ്ഞാൽ ഇതൊന്നും നമ്മളുടെ വാക്കല്ല. പുരാണം നോക്കിക്കഴിഞ്ഞാൽ തന്നെ ശൂദ്രൻ, ചണ്ടാളൻ, ഇവർ ഇന്ന പോലെയാണ്, അവർ അങ്ങനെ ആയിരിക്കണം, 10 അടി മാറി നടക്കണം. ശാങ്കരസ്മൃതി ഒക്കെ നോക്കിക്കഴിഞ്ഞാൽ ഈ ജാതി വ്യവസ്ഥ ഊട്ടി ഉറപ്പിക്കുന്ന ഗ്രന്ഥമാണ് ശാങ്കരസ്മൃതി. ശങ്കരാചാര്യ എഴുതിയിട്ടുള്ളത്. ശങ്കരാചാര്യ പേരിൽ എഴുതി എന്ന് പറഞ്ഞാൽ പേരിൽ എഴുതി കഴിഞ്ഞാൽ ഏത് ശങ്കരൻ എത്ര ശങ്കരൻ നമുക്ക് ചോദിക്കേണ്ടി വരും. അപ്പൊ അതിനൊക്കെ മറുപടി തരേണ്ടി വരും. അപ്പൊ അവിടെയാണ് ഇപ്പൊ ഈ പറയുന്ന ഈ നാട്ടിലെ സംസ്കൃതി എന്ന് പറഞ്ഞാൽ ഒരു വിവേചനങ്ങൾ ഇല്ലാത്തതാണ്.
അതിന്റെ മുകളിലേക്ക് വിവേചനങ്ങൾ കൊടുന്നു വെച്ചത് കാലം ഏകദേശം ഒരു 13, 14, 15 കാലഘട്ടമൊക്കെ ആയപ്പോഴത്തേനും ഇവിടെ ശക്തി പ്രാപിച്ചു എന്നാ പറയുക. ഈ ബ്രാഹ്മണികളുടെ ആചാര പദ്ധതികൾ വന്നതായാലും ഇവിടെ ഉണ്ടായതായാലും അത് എന്താ വെച്ചാൽ ജനങ്ങളുടെ ഇടയിൽ വിവേചനങ്ങളും ഒരു ഹയറാർക്കി സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ ഹയറാർക്കി സംവിധാനം പോകാതെ ഒരു തുല്യത ഉണ്ടാവില്ല. ശബരിമല ഉൾപ്പെടുന്ന സ്വർണ്ണ വിഷയങ്ങൾ പോലെ ശബരിമലയിൽ ഇപ്പൊ മോഷണം നടത്തിയതിന്റെ മുൻപന്തിയിൽ നിൽക്കുന്നത് ഒരു പോറ്റിയാണ്. അതെ, എനിക്ക് വിഷമമുണ്ട്. നമ്മളിത് പറയുമ്പോൾ എല്ലാ പോറ്റിമാരും ഒരുപോലെ എന്നുള്ളതല്ല. നമുക്ക് നല്ല 100% ഉറപ്പുണ്ട്. അത് മറ്റു വല്ല സമുദായക്കാരനുമാണെങ്കിൽ അത് വലിയ വിവാദമാണ്. ഒരു പോറ്റി അതൊന്നും വേണ്ട. ഈ നമ്മളെ പാട്ട് പാടുന്ന വേടൻ ചെയ്യുന്ന ന്യായങ്ങളോ അന്യായങ്ങളോ ഒന്നുമല്ല നമ്മൾ പറയുന്നത്. വേടന്റെ കയ്യിൽ കുറച്ച് കഞ്ചാവ് ഉണ്ടായി, അയാൾ കഞ്ചാവ് വിളിച്ചു. നിയമപരമായിട്ട് കഞ്ചാവ് കൈവശം വയ്ക്കുന്നത് തെറ്റാണ്. വേടൻ അതിന് പണിഷ്മെന്റ് പോകാൻ സംശയമില്ല. പക്ഷെ അതിനുശേഷം ഇപ്പോഴും വേടനെ വേട്ടയാടുന്ന ആളുകൾ അതിന്റെ അടിയിൽ എഴുതി ഇവൻ കഞ്ചാവ് അടിക്കുന്ന ആളല്ലേ, ഇവൻ പെണ്ണ് പിടിക്കുന്ന ആളല്ലേ എന്നൊക്കെയാണ്. ഇതേ ഒരു കമന്റ് ഈ പറയുന്ന പോറ്റിയുടെ അടിയിൽ ഉണ്ടാവില്ല. ഇത് പറഞ്ഞാൽ ചണ്ടാളബാബയ്ക്ക് ജാതി തോന്നുന്നു എങ്കിൽ സത്യത്തിൽ ചണ്ടാളബാബയ്ക്കല്ല ജാതി. ചണ്ടാളബാബ പറയുന്ന ന്യായത്തിൽ ജാതി തേടുന്നവനാണ് ജാതി. വേടനൊരു തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ വേടന് പണിഷ്മെന്റ് കിട്ടണം. വേടനെ നിങ്ങൾ എന്ത് വേണമെങ്കിലും പറഞ്ഞോളൂ. എന്തുകൊണ്ട് അത് തന്നെ പോറ്റിയെ പറയാൻ നമുക്ക് കഴിയുന്നില്ല? പോറ്റി മോഷ്ടിച്ചിട്ടുണ്ടെങ്കിൽ പോറ്റി മോഷ്ടിച്ചു എന്ന് പറയണം. എന്തിനാ മടിക്കുന്നത്? പോറ്റിയെ കള്ളൻ എന്നുള്ള അത് തന്നെയാണ് വാത്മീകി എന്താ പറയുക കാട്ടാളനാണെന്നുള്ള ആദിവാസിയാണെന്നും പറയുന്ന ആ മനോഭാവമാണ് വേടന്മാർക്ക് നേരെ വിര ചൂണ്ടുന്നത്. അതെ. എന്നാൽ ഇതേ പോറ്റി കള്ളനാണെന്ന് പറയാൻ കഴിയാത്തത് ഇത് തന്നെയാണ്. കാരണം അഗ്നിശർമ്മൻ എന്ന ബ്രാഹ്മണനാണ് പിടിച്ചുപറി നടത്തിയത്. അതാണ് വാത്മീകി. ആദിവാസിയല്ല, ട്രൈബല്ല. ബ്രാഹ്മണൻ നാട്ടിൽ നിന്ന് പോയി കാട്ടിലിരുന്നിട്ട് ആ വഴി പോകുന്നവരെ പിടിച്ചു പറിച്ചിട്ട് അയാൾക്ക് നമ്മൾ പറയുന്നത് എന്താ, അയാൾ കാട്ടാനുള്ള ആദിവാസിയാണ്. ബ്രാഹ്മണനാന്ന് പറയാൻ ഇന്നും നമുക്ക് ആകുന്നില്ല. ബ്രാഹ്മണൻ കള്ളനായ ബ്രാഹ്മണൻ എന്ന് തന്നെ പറയണ്ടേ? അയ്യോ ബാബാജി എന്തിനാ എങ്ങനെയാണ്? സത്യസന്ധനായ ബ്രാഹ്മണനെയും പാപമായിരിക്കുന്ന ബ്രാഹ്മണനെയും അല്ല പറയുന്നേ. കാട്ടാളൻ എന്ന് പറഞ്ഞാൽ കാടിനാളിയാണ്. അതാരാ? കാടിനാളൻ കാട്ടിൽ വസിക്കുന്നവനാണ് ഇല്ലേ? ആദിവാസിയെ പറയല്ലേ? അപ്പൊ നമുക്കൊരു വയ്യോ എന്ന് തോന്നുന്നില്ല. പക്ഷെ പോറ്റിയെ പറയുമ്പോൾ ബ്രാഹ്മണൻ പറയുന്നത് അങ്ങനെ വേണം ജാതി പറയുന്നേ. ആദിവാസിയെ കള്ളനാക്കാം, പക്ഷെ ഒരു നമ്പൂതിരിയെ കള്ളനാക്കാൻ ഇന്നും കേരള സമൂഹം മടിക്കുന്നുണ്ട്. കേരളം മാത്രമൊന്നുമല്ല, പൊതുസമൂഹത്തിൽ ഇത്തരം ചിന്തയുള്ള അത് ആദിവാസി മാത്രമല്ല, ആദിവാസി ദലിത് പിന്നോക്ക ന്യൂനപക്ഷങ്ങൾക്കൊക്കെ കള്ളനാവാം. അല്ലാത്തൊരാൾക്ക് കള്ളൻ എന്തിനാ? നമ്മൾ കൊടുങ്ങല്ലൂർ കോഴി വെട്ടിയ കാര്യം അങ്ങേക്ക് അറിയണ്ടായിരിക്കും. കൊടുങ്ങല്ലൂർ കോഴി വെട്ടിയിട്ട് നമ്മൾ പോലീസ് സ്റ്റേഷനിൽ കൊടുങ്ങല്ലൂർ സ്റ്റേഷനിൽ നമ്മൾ പോയിരിക്കുന്ന സമയത്ത് സ്പെഷ്യൽ ബ്രാഞ്ച് ഓഫീസർ നമ്മളോട് ഒന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം, നിങ്ങൾ മാവോയിസ്റ്റ് ആണോ എന്നാണ്. അപ്പൊ നമ്മൾ പറഞ്ഞു അതെ, ആ പരിപ്പ് അവിടെ ഇരിക്കട്ടെ തന്നെ പറഞ്ഞു. ആ പരിപ്പ് അവിടെ ഇരിക്കട്ടെ. ഇന്ത്യ മഹാരാജ്യത്ത് 2 കൂട്ടരിലുള്ള ഇത്തരം ചോദ്യങ്ങൾ നേരിടേണ്ടി വരിക. ഇതൊക്കെ കേൾക്കുമ്പോൾ പലർക്കും പൊള്ളും. അവർ നമുക്കെതിരെ കല്ലെറിയും. നമ്മളെന്തോ മുസ്ലിംസിന്റെ ആളാണെന്നൊക്കെ പറയും. നമ്മൾ ഒരാളുടെ ആളല്ല. അതാണ് നമ്മൾ ബാങ്ക് ബാലൻസ് എന്ത് വേണം അന്വേഷിക്കും. നമ്മൾ ഒരാളുടെയും ഭാഗമല്ല. നമ്മളോട് ചോദിച്ച ചോദ്യം നമ്മൾ കൊടുത്ത മറുപടിയാണ്. 2 വിഭാഗം ഈ ചോദ്യത്തിന് ഉത്തരം കൊടുക്കേണ്ടുള്ളൂ. ഒന്ന് മുസ്ലിം ആണെങ്കിൽ അവരോട് ചോദിക്കും നിങ്ങൾ ഐസിസ് ആണോ, ഭീകരവാദിയാണോ, തീവ്രവാദിയാണോ ചോദിക്കും. അടുത്ത് ദലിത് ആദിവാസികൾക്ക് നേരെയാണ് ഞങ്ങൾ നേരിടുന്ന ചോദ്യത്തിൽ ഞങ്ങളെപ്പോൾ ആളുകളോട് ചോദിക്കുന്ന ചോദ്യമാണ് നിങ്ങൾ മാവോയിസ്റ്റ് ആണോ. ഒരു ബ്രാഹ്മണന് നേരെ ഇതേപോലൊരു ചോദ്യം ചോദിക്കൂ. ഇത് പറഞ്ഞാൽ ഞങ്ങൾക്ക് ജാതിയാണെന്ന്. എവിടെയാണ് ജാതി പ്രാക്ടീസ് ചെയ്യുന്ന? ജാതിയെ കാണിക്കണം. നമ്മളുടെ അടുത്ത് പഠിക്കുന്നതിൽ ബ്രാഹ്മണനുണ്ട്, മുസ്ലിമുണ്ട്, ക്രിസ്ത്യാനിയുണ്ട്, എല്ലാ വിഭാഗക്കാരും ഉണ്ട് ചണ്ടാളബാബയ്ക്ക് ശിഷ്യരായിട്ട്. വിവിധ വിഷയങ്ങൾ ട്രൈബിന്റെ ആചാരങ്ങൾ പഠിക്കുന്നവരുണ്ട്, ബ്രാഹ്മണാചാരങ്ങൾ പഠിക്കുന്നവരുണ്ട്, തന്ത്ര പഠിക്കുന്നവരുണ്ട്, യോഗ പഠിക്കുന്നുണ്ട്, പല നൃത്തം പഠിക്കുന്നവരും കളരി പഠിക്കുന്നവരും ഒക്കെ ചണ്ടാളബാബയ്ക്ക് ശിഷ്യരായിട്ടുണ്ട്. ഒരു വലിയൊരു നിര യുക്തി കൊണ്ട് നടക്കുന്ന ആളുകളുണ്ട്, ഒരു വിശ്വാസി അല്ലാത്ത ആളുകളുണ്ട്, ഇത്തരം സന്യാസിമാരുണ്ട്, ഗൃഹസ്ഥാശ്രമികളുണ്ട്, ഒന്നും അല്ലാത്തവരുണ്ട്. അവിടെ ഒരിക്കൽ പോലും നമ്മൾ ജാതി കാണിച്ച് നമ്മളുടെ ക്ലാസ് അറ്റൻഡ് ചെയ്ത അല്ലെങ്കിൽ നമ്മുടെ ശിഷ്യരായിരിക്കുന്ന ഭക്തരായിരിക്കുന്ന ഒരാൾ പോലും പറയില്ല. പിന്നെ ഈ വാക്കുകൊണ്ട് പറയുന്നുവെങ്കിൽ സത്യത്തെ ഭയക്കുന്നു എന്നാണ്. ചണ്ടാളബാബ പറയുന്ന സത്യത്തെ ഭയക്കുന്നു. ചണ്ടാളബാബ എന്നും നിരന്തരം ചോദിക്കുന്ന ചോദ്യമാണ്. നമുക്ക് പറയാനുള്ളത് കേൾക്കാനും നമുക്ക് പറയാനുള്ളതിന് മറുപടി പറയാനും ആരോ ഓപ്പോസിറ്റ് അവരുടെ മുന്നിൽ നമ്മൾ വന്നിരിക്കാൻ തയ്യാറാണ്. ആരും തയ്യാറല്ല. ഈ ഒരു സംശയം കൂടെ, അതായത് ശ്രീപത്മനാഭസ്വാമി ക്ഷേത്രം പുലയ സമൂഹത്തിന്റെ ആയിരുന്നു എന്ന് ബാബാജി ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. അത് യാഥാർത്ഥ്യമാണ്? ചാമിക്കല്ല് പൂജിച്ചത് അവിടുത്തെ പുലയ സ്ത്രീയല്ലേ? പെരുമാട്ട് കാളി പൂജിച്ച ചാമിക്കല്ല്. ഇത് മാത്രമാണോ? ചരിത്രപരമായിട്ട് അത് പുലയനാർക്കോട്ട ഇരുന്ന ഇടമല്ലേ? അവിടെ അനന്തൻകാട്ടിലല്ലേ പത്മനാഭസ്വാമി ക്ഷേത്രം ഇരിക്കുന്നത്? ഇതൊക്കെ പറയുമ്പോൾ പൊള്ളുന്നത് ഹിന്ദുക്കൾക്കാണ്. അതാണ് നമുക്ക് വിഷമാവുന്നത്. പുലയൻ ഹിന്ദു അല്ലേ? പുലയൻ ഈ പറഞ്ഞ കോതമ മഹാറാണി ഉൾപ്പെടുന്ന രാജപാരമ്പര്യത്തിന്റെ ഭാഗമായി ഭരിക്കപ്പെടുന്ന ഒരു ദേശമാണ് ഇന്നത്തെ പറയപ്പെടുന്ന തിരുവിതാംകൂർ എന്ന് പറയുമ്പോൾ എന്തുകൊണ്ട് അഭിമാനമോ അല്ലെങ്കിൽ അത് ശരിയാണെന്ന് അംഗീകരിക്കാൻ എന്താ ഇത്ര മടി?
അത് മലയാളികളുടെ ഉള്ളില് അടിച്ചേൽപ്പിച്ച ജാതി സമ്പ്രദായം തന്നെയല്ലേ? മലയാളി പ്രശ്നം പുലയനും ബാക്കി അത്തരത്തിലുള്ള സമൂഹമെല്ലാം ഏതോ നീച ജാതിയാണ്, അല്ലെങ്കിൽ നീച ഗോത്രങ്ങളിൽപ്പെട്ട ആളുകളാണ് എന്നുള്ള ഇപ്പോഴും അടിയുറച്ച് വിശ്വസിക്കുന്ന ആ ഒരു ജാതി വിവേചനം തന്നെയല്ലേ അതിന്റെ യാഥാർത്ഥ്യം? തീർച്ചയായിട്ടും ഇത് ഈ വിഷയം നമ്മൾ സംസാരിക്കുമ്പോൾ ഇത് ശ്രദ്ധയോടുകൂടി കേൾക്കാനും ഇതിലെ നീതി തിരിച്ചറിയാനും കഴിയുക എന്നുള്ളത് മനുഷ്യത്വമാണ്. നമ്മളിതിരുന്ന് സംസാരിക്കുമ്പോൾ ഇവർ ജാതി സംസാരിക്കുന്നു എന്ന് ആർക്കെങ്കിലും തോന്നുന്നു എങ്കിൽ അവർക്ക് മനുഷ്യത്വമില്ല. നീതി നിഷേധിക്കപ്പെട്ടവന് നീതി വാങ്ങിക്കൊടുക്കുമ്പോൾ, ഇപ്പൊ നമ്മളൊരു പെൺകുട്ടിയുടെ കാര്യം പറയരുത്, നമ്മൾ പെണ്ണാണെന്ന് പറയുന്ന പോലെയാണ് നമ്മൾ ഈ ജാതി പറയുമ്പോൾ നമ്മൾ ദലിതാണ്, ആദിവാസി ആവുന്നതുകൊണ്ടാണ് പറയുന്നത്. എനിക്കൊന്നും അതിന്റെ രാഷ്ട്രീയം മനസ്സിലാക്കാത്തോണ്ടായിരിക്കും. രാഷ്ട്രീയവും അതിലെ മനുഷ്യത്വവും അതിലെ ദൈവീകതയും അതിലെ ആത്യന്തിക നീതിയും മനസ്സിലാക്കാത്തതുകൊണ്ടാണ്. എന്റെ ചോദ്യം ശക്തമാണ്, വ്യക്തവുമാണ്. ഒരു ബ്രാഹ്മണന്റെയോ ക്ഷത്രിയന്റെയോ മറ്റാരുടെങ്കിലുമാണ് ഈ ഭൂമിയും ഈ നാടും ഈ നാട്ടിലെ ചില സാധനങ്ങൾ എന്ന് പറയുമ്പോൾ ആർക്കൊരു കുഴപ്പമില്ല. എന്നാൽ അത് പുലയന്റെയും പറയന്റെയും ആദിവാസിയുടെയും പിന്നോക്കക്കാരന്റെയും ആണെന്ന് പറയുമ്പോൾ ഹിന്ദുവായിട്ടുള്ള ആൾക്കാർക്ക് തന്നെ എന്തുകൊണ്ട് പൊള്ളുന്നു? ഇത് ഹിന്ദു അല്ലേ? അപ്പൊ ആത്യന്തികമായിട്ട് ഇവരുടെയാന്ന് പറയുമ്പോൾ എന്തിനാ പൊള്ളുന്നേ? പുലയെന്ന് പറഞ്ഞാൽ ഒരു ജാതിനാമമല്ല, അത് പുല മണ്ണാണ്. ഈ മണ്ണിന്റെ അവകാശികൾ എന്നാണ് പുലയെന്ന വാക്കിന്റെ അർത്ഥം. നിങ്ങളും നമുക്ക് ചുറ്റുമിരിക്കുന്ന ഈ റെക്കോർഡ് ചെയ്യുന്ന കുട്ടികളും ഇതിന്റെ ഓണറും ഈ സമൂഹത്തിൽ എല്ലാവരും പുലയരാണ്, ഈ നാടിന്റെ അവകാശികളാണ്. മറ്റ് മതഗ്രന്ഥങ്ങൾ പോലും പറയുന്നു മനുഷ്യൻ മണ്ണിൽ നിന്ന് ഒന്ന് മണ്ണിലേക്ക് മടങ്ങുന്നതാണ്. മണ്ണ് പൃഥ്വിതത്വം, ആത്മീയതയാണ്, പൃഥ്വിതത്വമാണ് നമ്മളുടെ ഈ ബോഡി. ആ പൃഥ്വിതത്വത്തിൽ കൊണ്ടാണ് നമുക്ക് ഭൗതികമായിട്ടുള്ള ആഗ്രഹങ്ങളും ആവശ്യങ്ങളും ഉണ്ടാവുന്നത്. ആ ചിന്തയിൽ കൊണ്ടും നിങ്ങൾ എല്ലാവരും പുലയരാണ്. നിങ്ങൾ വാനോളം ഉയരാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ ആത്മീയമായി ഉയരുന്നു എങ്കിൽ അത് നിങ്ങൾക്ക് പറക്കാൻ, ആത്മീയമായി പറക്കുന്ന കഴിവാണ്, നിങ്ങൾ പറയനാണ്. അങ്ങനെ ഓരോ അർത്ഥത്തിലും നിങ്ങൾക്ക് ഈ സമുദായങ്ങളുമായിട്ട് ചേർന്ന് നിൽക്കാൻ പറ്റും. പക്ഷെ എന്താണ്, നിങ്ങൾ ബ്രാഹ്മണനാണെന്ന് പറയുമ്പോൾ ആ ബ്രഹ്മജ്ഞാനി ഇത് ബ്രാഹ്മണ ശ്രേഷ്ഠാണ്. എന്നാൽ നിങ്ങൾ മണ്ണിന്റെ മക്കളാണ്, പുലയരാണ്, പറയരാണെന്ന് പറയുമ്പോൾ അത് പറ്റില്ല, അവർ മോശക്കാരാണ്. ആര് പറഞ്ഞു? ആ ചിന്തയിൽ നിന്നുകൊണ്ടാണ് ഈ വിഷയം സംശയം. നമ്മൾ മറ്റ് ദളിത് ആക്ടിവിസ്റ്റുകളെ പോലെയല്ല. നമ്മൾ ബ്രാഹ്മണരെ അടക്ഷേപിക്കാറില്ല, ഒരാളെയും പറയാറില്ല, ഒരു ധർമ്മത്തെ ആക്ഷേപിക്കാറില്ല. ഒക്കെ അതിന്റെ ഓരോ തിരിവുകളാണ്. എന്നാൽ സത്യസന്ധമായി ഈ ജനതയെ തൊടാതെ, ഇവരുടെ സംസ്കാരത്തെ തൊടാതെ, ഇവരെ ചേർത്ത് നിർത്താതെ, ഇവരെ കൺവെർട്ട് ചെയ്തുകൊണ്ട് ചേർക്കുമ്പോൾ അത് മുസ്ലിം മതം മാറ്റുന്ന അല്ലെങ്കിൽ ക്രൈസ്തവൻ മതം മാറ്റുന്ന അതേ സംവിധാനം തന്നെയല്ലേ ആണെന്ന് നമ്മുടെ പക്ഷം. അപ്പൊ അവിടെയാണ് ഏതൊരു ക്ഷേത്രവും, കൊടുങ്ങല്ലൂർ ക്ഷേത്രം, അങ്ങിപ്പോ പത്മനാഭസ്വാമി കൊടുങ്ങല്ലൂർ ക്ഷേത്രം ആരുടെയും ചോദിച്ചാൽ പറയാം അവിടുത്തെ കോവിലക്കാരുടെയാണ്. അവർ എത്രാമത്തെ ചേരവംശ? അതിന്റെ മുന്നേ ചേരവംശം, ഒന്നാം ചേരവംശം, അതിന്റെ മുന്നേക്കുള്ള ആളുകളുടെ ചെറുമവംശമാണ്. ആ ചെറുമ വംശത്തിന്റെ എന്ന് പറയുമ്പോൾ പുലയവംശം. ആ പുലയവംശത്തിന്റെ പുലയക്കാവാണ് അവിടെ തൊട്ടടുത്തുള്ളത്, മൂലക്കാവായിട്ട്. പുലയൻ വള്ളുവനാണ്. വള്ളുവനും വള്ളുവത്തിയൊക്കെ ആചരിക്കുന്ന ആ സമ്പ്രദായം. എന്നാൽ ആ പുലയന്റെയാണ് ആ ക്ഷേത്രമെന്നോ ആ ക്ഷേത്രത്തിന്റെ ആധികാരികത പറയേണ്ടത് ആ പുലയനാണെന്നോ അവരുടെ ആചാരമാണെന്നോ ഒരു ഹിന്ദു പ്രസ്ഥാനങ്ങളോ സന്യാസിമാരോ സംസാരിക്കുന്നത് നമ്മൾ കേട്ടിട്ടില്ല. എന്നാൽ ഇവര് ഹിന്ദുവാണെന്നും പറയും.